ഒരു കാര്യം ഈ വിഷ്വൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു. ഈ വിഷ്വലില് നിങ്ങൾ നോക്കുക. ആദ്യം എന്റെ തലയിൽ അടിക്കുന്നു. അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എന്റെ മൂക്കിലും അടിക്കുന്നു. അവിടുന്ന് ആ തിരക്കിൽ ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അതേ പോലീസ് ഉദ്യോഗസ്ഥന്റെ ലാത്തി മൂന്നാമത്തെ തവണയും ഡയറക്ഷൻ എന്നെ നോക്കി ആ ലാത്തി വീശാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ആ വിഷ്വൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക്. ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു. അത് SP പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല, ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്റെ തലക്കടിക്കുന്നു. തൊട്ടടുത്ത മിനിറ്റില്, തൊട്ടടുത്ത സെക്കൻഡില് എന്റെ മുഖത്തേക്ക് അടിക്കുന്നു. അതെന്റെ മൂക്കിൽ കൊള്ളുന്നു. അവിടുന്ന് തിരക്ക് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അയാളുടെ ഡയറക്ഷൻ മാറി അയാൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് ആഞ്ഞു വീശിയിരുന്ന് എന്റെ തലയിലും മുഖത്തും അടിച്ചാണ്. പിന്നെ അവിടുന്ന് ആ ഡയറക്ഷൻ പ്രകാരം, തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കുമ്പോ അയാളുടെ ഡയറക്ഷനും ലാത്തിയുടെ ഡയറക്ഷനും മാറി നേരെ മൂന്നാമതും എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കുക. അത് അവിടെ ഒരു പോലീസുകാരൻ തടയാ. മൂന്നാമതും അടിക്കാൻ നോക്കുമ്പോ നമ്മൾ ആലോചിച്ച് നോക്കുക. അറിയാതെ പറ്റിപ്പോയതാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. സംഘർഷത്തിനെടുക്കണ്ടായതാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഈ സീനിൽ ഇത് നടക്കുമ്പോ എവിടെ അവിടെ ടിയർ ഗ്യാസ് പൊട്ടിയിട്ടുള്ളത്? ഈ സീൻ നടക്കുമ്പോ എവിടെ അവിടെ ഗ്രനേഡ് പൊട്ടിയിട്ടുള്ളത്? എവിടെ അവിടെ സ്ഫോടനം നടന്നിട്ടുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാ തലയിൽ അടി കൊള്ളുന്നു. അതിന്റെ ശേഷം നേരെ മൂക്കിലേക്ക് അടിക്കുന്നു. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോ ഈ അടിക്കുന്ന ആളുടെ ഡയറക്ഷൻ നേരെ എന്നെ ബാക്കാക്കി പിന്നെ അടുത്തതും വരിക. എന്നൊക്കെ അറിയാതെ ഒരു തിക്കിന്റെ തിരക്കിന്റെ ഇടയിൽ സംഭവിച്ച അവിടെ എന്തെങ്കിലും വലിയ സീൻ നിങ്ങൾ കാണുന്നുണ്ടോ? വലിയൊരു ലാത്തി ചാർജിലുള്ള എന്തെങ്കിലും ഒരു കല്ലേറ് പോലീസിനെതിരെ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പോലീസുകാരന്, ഞാൻ ആവർത്തിച്ചു പറയുന്നു, അവരവരുടെ കയ്യിലിരുന്ന് പൊട്ടിയതും കൊണ്ടുണ്ടായ പരിക്കല്ലാതെ ഏതെങ്കിലും ഒരു പോലീസുകാരന് UDFന്റെ പ്രവർത്തകരുടെയോ നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ പേരിൽ സീരിയസ് ആയ എന്തെങ്കിലും ഒരു പരിക്ക് അവിടെ പറ്റിയിട്ടുണ്ടോ? ഇനി നിങ്ങൾ അടുത്തത് നിങ്ങൾ ഗ്രനേഡിന്റെ കാര്യം പറയുന്നു. നിങ്ങൾ നോക്കുക. DYSP ഹരിപ്രസാദ് അതിന്റെ വിഷ്വൽ നിങ്ങൾക്ക് അയച്ചിരുന്നു. DYSP ഹരിപ്രസാദിന്റെ കയ്യിൽ ആ ഗ്രനേഡ് അല്ലെങ്കിൽ ടിയർ ഗ്യാസ്, അവരുടെ കയ്യിൽ അതേ സമയം തന്നെ ലാത്തി. ഈ ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ആ ലാത്തി വെച്ചുകൊണ്ട് അടിക്കാൻ ശ്രമിക്കുന്നതിന്റെ വിഷ്വൽ നിങ്ങൾ കാണുക. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കയ്യിൽ ഗ്രനേഡ്, ഒരു കയ്യിൽ ലാത്തി. DYSPയുടെ കയ്യിലുള്ള ലാത്തി മറ്റേ ചൂരലാത്തിയാണ്. തിരിച്ചറിയാനുള്ള എളുപ്പത്തിന് ഞാൻ പറയാം. ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ലാത്തി വെച്ചിട്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ആളുകളെ തല്ലാൻ നോക്കുക. FIR-നകത്ത് വരെ പറയുന്നുണ്ട് ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ചില ആളുകൾ എന്നവർ പറയുന്നുണ്ട്. ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ DYSP എന്തിനാ ഗ്രനേഡ് കയ്യിൽ കൊണ്ടു നടക്കുന്നത്? ഗ്രനേഡ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി കയ്യിലുണ്ടെങ്കിൽ DYSP എന്തിനാ? പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പോലീസിന്റെ കയ്യിൽ പിന്നെ ഗ്രനേഡ് ഉണ്ടാവൂലേ? പോലീസിന്റെ കയ്യിൽ ഗ്രനേഡ് ഉണ്ടാവണം.